ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അങ്ങനെ നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 1 എക്സാം വളരെ നല്ല രീതിയിൽ പൂർത്തിയായിരിക്കുകയാണ് അല്ലെ. ഒരുപാട് കുട്ടികൾക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു. അതിൽ കുറച്ച് കുട്ടികൾക്കാണ് EVS അതുപോലെ തന്നെ മലയാളം ഭാഗം ഒരു ഇച്ചിരി പാടുണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം അല്ലെ. നമ്മൾ മാർക്ക് ചെയ്തത് തന്നെയാണോ കറക്റ്റ് ആൻസർ, ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും ഭൂരിഭാഗം കുട്ടികൾക്കും ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഉത്തരങ്ങൾ തന്നെയാണോ വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസിന് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, അത് ഞാൻ വായിച്ചു തരാം. അപ്പൊ നിങ്ങൾ ആ ചോദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി ലെവ് വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതി. ലെവ് വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ സ്വീകരിച്ച രീതി ഏതാണത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, RTE ആക്ട് 2009 ഇന്ത്യ ഗവൺമെന്റ് ബാധകമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം RTE ആക്ട് എന്ന് പറയുന്നത് ഏതാണ്? RTE ആക്ട് എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. അപ്പൊ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അതായിരുന്നു RTE ആക്ട് 2009 പറയുന്നത്. ഇപ്പോ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇത് ആർക്കൊക്കെയാണ് ബാധകമായിരിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, നിലവില് നമുക്ക് എന്താണ്, ജമ്മു ആൻഡ് കാശ്മീരിന് അങ്ങനെ ഒരു പദവി, ഒരു സ്പെഷ്യൽ പദവി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിലാകമാനം ഈ ഒരു നിയമത്തിന് സാധ്യതയുണ്ട്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യയിലാകമാനം RTE ആക്ട് 2009 ബാധകമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം. ഭൂരിഭാഗം ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പുതുമയുള്ള ചോദ്യങ്ങൾ 1-2 മാത്രമായി ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമായിരിക്കും വേണമെങ്കിൽ ഇത് അല്ലെ. കുട്ടികളില് സഹകരണം ഉറപ്പാക്കാൻ തന്നിട്ടുള്ളതിൽ ഏത് പ്രവർത്തനമാണ് ഏറ്റവും അനുയോജ്യം? കഥ പറയലല്ല, പാട്ടുപാടലല്ല, ചിത്രരചനയല്ല, പിന്നെ ഏതാണ്? കളിയിൽ ഏർപ്പെടൽ. ഓക്കെ. അടുത്ത ചോദ്യം 4, കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. അതിലെ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വികാരങ്ങൾ തീവ്രമാണ്, വികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു, വികാരങ്ങൾ അല്പായുസുള്ളവയാണ്, വികാരങ്ങൾ സ്ഥിരമാണ് അല്ലെ. ഇപ്പൊ കുട്ടികളുടെ വികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുട്ടികളുടെ വികാരങ്ങൾ എന്തല്ല, പെർമനന്റ് ആയിട്ട് വരുന്നതല്ല, സ്ഥിരമായിട്ട് വരുന്നതല്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ചഞ്ചല സ്വഭാവമാണ് കുട്ടികളുടെ വികാരങ്ങൾക്ക് വരുന്നത്. സ്ഥിരമായിട്ടുള്ള വികാരങ്ങൾ ആരിൽ കാണാൻ പറ്റില്ല? കുട്ടികളിൽ കാണാൻ പറ്റില്ല. അഞ്ചാമത്തെ ചോദ്യം, വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അതാണ് ശരിയായ രീതി. അമന്റെ ഈ നീതിബോധം കോൾബർഗിന്റെ ഏത് നൈതിക വികാസ ഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്? യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, യാഥാസ്ഥിതിക സദാചാര ഘട്ടം, പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അതിന്റെ ശരിയായ രീതി ഇങ്ങനെയാണ്. നമ്മുടെ വേസ്റ്റ് അപ്പുറത്തേക്ക് ഇടുന്നത് ശരിയല്ല. ഇവിടെ എന്താണ്? കുട്ടിക്ക് സ്വയം തന്നെ അറിയാം എന്താണ് ശരി, എന്താണ് തെറ്റ്. സോ ഇവിടെ ഏതാണ് ഘട്ടം വരുന്നത്? യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ആറാമത്തെ ചോദ്യം, മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരിക്കുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു. ഇത് ഏതുതരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മറ്റുള്ളവരുമായി ഇടപെടാനുള്ള കഴിവ്. മറ്റുള്ളവരുമായി ഇടപെടാനുള്ള കഴിവ് ഏതുതരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അല്ലെ, വ്യക്തിയാന്തര ബുദ്ധി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏഴാമത്തെ ചോദ്യം, ടീച്ചർ ലൂക്കിനെ ക്ലാസ്സിൽ വെച്ച് കാരണം കൂടാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തു. ടീച്ചറുടെ മുന്നിൽ അവന് സ്വന്തം ഭാഗം ന്യായീകരിക്കുവാൻ കഴിഞ്ഞില്ല.
പകരം വീട്ടിൽ ചെന്ന് തന്റെ കോപം അമ്മയോടും സഹോദരിയോടും കാണിച്ചു. ഇവിടെ ലൂക്ക് ഉപയോഗിച്ച സമായോജന തന്ത്രം ഏതാണ്? ഇവിടെ ടീച്ചറാണ് വഴക്കു പറഞ്ഞത്. പക്ഷെ ടീച്ചറോട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ലൂക്കിന് തന്റെ ഭാഗം പറയാൻ പറ്റിയില്ല. അപ്പൊ അതൊരു ദേഷ്യം വന്നു. ആ ദേഷ്യം എന്താ ചെയ്യുന്നത്? വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും സഹോദരിയോടും തീർക്കുന്നു. ഇവിടെ വരുന്ന സമായോജന തന്ത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? ആദേശനം, ആദേശിത കോപം, ഡിസ്പ്ലേസ്ഡ് ആംഗ്രി ആണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് ദേഷ്യം ഉണ്ടാകാനുള്ള കാരണക്കാര് വേറെ ആരോ ആണ്, പക്ഷെ നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് വേറെ ആരുടെയോ അടുത്താണ്. അത് ആദേശനമാണ്, ഡിസ്പ്ലേസ്ഡ് ആംഗ്രി. എട്ടാമത്തെ ചോദ്യം, പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്രൂപ്പ് രൂപീകരണമാണ് ഫലപ്രദമായ പഠനത്തിന് അനുയോജ്യമല്ലാത്തത്? ഇപ്പൊ ഗ്രൂപ്പ് പ്രവർത്തനം നല്ലതാണ്, കുട്ടികളുടെ പഠനം നടക്കും. പക്ഷെ ഈ തന്നിട്ടുള്ളതില് ഏത് ഗ്രൂപ്പാണ് പഠനത്തിന് അനുയോജ്യമല്ലാത്തത്? 2 പേരുടെ ഗ്രൂപ്പ്, 3 പേരുടെ ഗ്രൂപ്പ്, 5 പേരുടെ ഗ്രൂപ്പ്, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്ന ഒരു ഗ്രൂപ്പ്. ഇതിലേതാണ് അനുയോജ്യമല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? ഫലപ്രദമായ പഠനം നടക്കില്ല. ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് ക്ലാസ്സിൽ ആക്കേണ്ടത്. 9ാമത്തെ ചോദ്യം, വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന. ഇതും കുറേ തവണ പരീക്ഷാ ഭവൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വികാസം, അതുമായി ശരിയല്ലാത്ത പ്രസ്താവന. വികാസം അനസ്യൂതമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വികാസം പ്രവചനീയമാണ്, വികാസം രേഖീയമാണ്. ഇതിലേതാണ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ശരിയല്ലാത്ത പ്രസ്താവന? വികാസം രേഖീയമാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? വികാസം നടക്കുന്നത് രേഖീയമായിട്ടല്ല, ചാക്രികമായിട്ടാണ്. ചില ഘട്ടങ്ങളില് വികാസം പെട്ടെന്ന് നടക്കും, ചില ഘട്ടങ്ങളിൽ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ അതിനെന്താണ്? രേഖീയമായിട്ടുള്ള രീതി പറയാൻ പറ്റില്ല, ചാക്രികമായാണ് നടക്കുന്നത്. 10ാമത്തെ ചോദ്യം, പഠിതാവിന്റെ വിലയിരുത്തലിന് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ്? അപ്പൊ ഇതിലെ ഏതാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിന് അനുയോജ്യമായ രീതികൾ? ഒരു ടേമിന്റെയോ വർഷത്തിന്റെയോ അന്ത്യത്തിൽ നടത്തുന്ന വിലയിരുത്തൽ, പഠനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന വിലയിരുത്തൽ, കുട്ടിയുടെ പഠന സന്നദ്ധതയുടെ വിലയിരുത്തൽ, മുകളിൽ സൂചിപ്പിച്ച ഇവയെല്ലാം. അപ്പൊ നിരന്തരം സമഗ്രവുമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ കുട്ടീനെ എന്താണ്? കുട്ടിയുടെ A to Z കാര്യങ്ങൾ അസസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ എന്താണ്? നിരന്തരമായിട്ട് വിലയിരുത്തണം. ആ ഒരു രീതിയിൽ നോക്കുമ്പോ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷനും ഉത്തരമായിട്ട് വരും അല്ലെ? മുകളിൽ കൊടുത്തവയെല്ലാം. കുട്ടി എന്തോരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നോക്കണം. പഠനവേളയിൽ കുട്ടിക്കിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പരിശോധിക്കണം. കുട്ടി പഠിക്കാൻ റെഡിയാണോ അല്ലെ? അതും നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെ വരുന്നത് CCന്റെ ഭാഗമായിട്ടാണ്. സോ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. 11, മിലി ടീച്ചർ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആശയത്തിലെ പ്രധാന വാക്കിന് അടിവരയിടുന്നു. ചാർട്ടിൽ എഴുതുമ്പോൾ പ്രത്യേക നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. പഠനത്തിലെ ഏത് സമഗ്രതാ നിയമമാണ് ടീച്ചർ ഇവിടെ പ്രാവർത്തികമാക്കിയത്? രൂപ പശ്ചാത്തല നിയമം, തുടർച്ചാ നിയമം, സാമീപ്യ നിയമം, സാമ്യതാ നിയമം. ഏതാണ് ഉത്തരം വരുന്നത്? രൂപ പശ്ചാത്തല ബന്ധം അല്ലെ? ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു? ചിത്രത്തിന് ഉയർത്തിക്കാട്ടുന്നു. അതാണ് രൂപ പശ്ചാത്തല ബന്ധം പറയുന്നത്. അതേ കാര്യം തന്നെയാണ് ആരും ചെയ്തിട്ടുള്ളത്? മിലി ടീച്ചറും ചെയ്തിട്ടുള്ളത്. കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്തു? പ്രത്യേകമായി വരച്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അത് സമഗ്രതാവാദത്തിൽ പറയുന്ന രൂപ പശ്ചാത്തല നിയമമാണ്. 12ാമത്തെ ചോദ്യം, കുട്ടികളിൽ ഭാഷാ നൈപുണികൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തന ക്രമം. ഭാഷാ നൈപുണി ആർജിക്കുന്നതിന് ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് LSRW അല്ലെ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ആദ്യം എന്താണ്? ശ്രവണം, പിന്നീട് ഭാഷണം വരുന്നു, പിന്നീട് വായന, ഏറ്റവും ഒടുവിലാണ് ലേഖനം വരുന്നത്. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ശ്രവണം, ഭാഷണം, വായന, ലേഖനം. 13ാമത്തെ ചോദ്യം,
12 വയസ്സുള്ള അഹാന്റെ ബുദ്ധിമാനം 125 എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? ഇവിടെ ഐക്യമാണ് തന്നിട്ടുള്ളത്, ഐക്യം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശരിയായിട്ട് വരുന്നത് ഏതാണ്? 12 വയസ്സ് എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഏജ് ആണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മാനസിക വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അഹാന്റെ മാനസിക വയസ്സ് 15. നമുക്കിത് എങ്ങനെ ചെയ്യാം? MA/CA × 100 കൊടുക്കാം. MA നമുക്ക് തന്നിട്ടില്ല, CA എന്ന് പറയുന്നത് 12 ഇൻറ്റു 100 125 തന്നിട്ടുണ്ട്. സോ MA = 125 × 12 ഡിവൈഡഡ് ബൈ 100 വരും. അപ്പൊ നമുക്ക് ആൻസർ 15 എന്ന് കിട്ടും. 15 വയസ്സാണ് കുട്ടിയുടെ മാനസിക വയസ്സായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം, കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുക എന്നത് പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന രീതിയാണ്. ഇത് അറിയപ്പെടുന്നത് നേടിയ അറിവിന്മേൽ പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിവെക്കുന്നു. ഇത് നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? ചാക്രികാരോഹണ രീതി. ബ്രൂണർ കൊണ്ടുവന്നിട്ടുള്ള ചാക്രികാരോഹണ രീതി. നേടിയ അറിവിന്മേൽ പുതിയ പുതിയ കാര്യങ്ങൾ ചേർത്തു വെക്കുന്നു. 15 മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ സുപ്രധാന ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യബോധ തത്വവുമായി ബന്ധപ്പെട്ട ഘടകം. യാഥാർത്ഥ്യബോധത്തിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത് ആരാണ്? അഹം, ഇത്, അത്യഹം ഇവയൊന്നുമല്ല. ആരാണ്? റിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്നത് ആരാണ്? ഈഗോ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 16ാമത്തെ ചോദ്യം, മാഗി ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്തു തന്നെ ചെയ്തു തീർക്കുന്നതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. പഠനത്തോടുള്ള കുട്ടിയുടെ ഇഷ്ടം സൂചിപ്പിക്കുന്നത് ഇതിലെ ഏതാണ്? ബാഹ്യ അഭിപ്രേരണ, ആന്തരിക അഭിപ്രേരണ, നീതിബോധം, മാത്സര്യ ബുദ്ധി. ഇവിടെ എന്താണ്? കുട്ടി എല്ലാ ദിവസവും എല്ലാ വർക്കുകളും ചെയ്യുന്നതിന് പുറമേ നിന്നുള്ള ഒരു ഘടകത്തിന്റെയും സ്വാധീനം ഈ ചോദ്യത്തിലില്ല. സോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആന്തരിക അഭിപ്രേരണ. കുട്ടിക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അത് ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ ഭാഗമാണ്. 17 ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചാൾസ് പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, അല്ലെ? ചാൾസ് പിയർമാന്റെ 2 ഫാക്ടർ തിയറിയിൽ വരുന്ന 2 ഫാക്ടറുകൾ ഏതൊക്കെയാണ്? ഏതാണ് ആൻസർ വരുന്നത്? G ഫാക്ടറും S ഫാക്ടറും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പൊതുഘടകവും വിശിഷ്ട ഘടകവും. 18ാമത്തെ ചോദ്യം, ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്ക രൂപത്തെ ചിത്രീകരിക്കുന്നതിനെ പറയുന്നത്. നമ്മുടെ ആശയങ്ങള് എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ പ്രസ്താവനകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ എഴുതി തയ്യാറാക്കുന്ന ചിത്രീകരണം. ചിത്രീകരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഉത്തരം കിട്ടും. ഏതാണ്? ഓപ്ഷൻ സി, കോൺസെപ്റ്റ് മാപ്പ് ആണ് ഇവിടെ വരുന്നത്. ആശയ ഭൂപടം, ആശയ ചിത്രം. 19ാമത്തെ ചോദ്യം, സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ തെരുവ് നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് ഫെമിന ടീച്ചർ എപ്പോഴും കുട്ടികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എല്ലാ നായ്ക്കളെയും പേടിയാണ്. പഠന സമീപനവുമായി ബന്ധപ്പെടുത്തി ഇത് എന്തിന് ഉദാഹരണമാണ്? ഇവിടെ എന്താണ് നടക്കുന്നത്? എല്ലാ നായ്ക്കളോടും കുട്ടിക്ക് പേടിയാണ് തോന്നുന്നത്. സോ എല്ലാ നായ്ക്കളെയും എന്താണ്? കടിക്കുന്ന ആൾക്കാരാണ് ഇവര് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ധാരണയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സോ ഇവിടെ നടക്കുന്നത് ഏതാണ്? ചോദക സാമാന്യവൽക്കരണം. 19ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റിമുലസ് ജനറലൈസേഷൻ. 20ാമത്തെ ചോദ്യം, ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന അസിഡ് ടീച്ചർ കുട്ടികളോട് ഒരേപോലെയുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് വെച്ച് ആകെ എത്ര വസ്തുക്കളുണ്ടെന്ന് കണ്ടെത്താൻ പറഞ്ഞു. തുടർന്ന് 4 വസ്തുക്കളും 3 വസ്തുക്കളും വെച്ച് ആകെ വസ്തുക്കൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിത്രം കണ്ടെത്താൻ പറഞ്ഞു. പിന്നീട് ഇതിനെ ഗണിതപരമായി അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്രകാരം പഠനത്തിലൂടെ ആശയ സ്വാംശീകരണം സാധ്യമാക്കുന്ന രീതി മുന്നോട്ട് വെച്ചത്. ആദ്യം എന്താ പറഞ്ഞത്? 4 വസ്തുക്കളും 3 വസ്തുക്കളും കൂട്ടി വെക്കാൻ പറഞ്ഞു. അവിടെ എന്താണ്? ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുത്തു, അല്ലെ? ഒരു പ്രവർത്തനം കൊടുത്തു. അതിനുശേഷം അതിന്റെ ചിത്രം, അല്ലെ? ചിത്രം കണ്ടെത്താൻ പറഞ്ഞു. പിന്നീട് ഗണിതപരമായി അതിനെ വ്യാഖ്യാനിക്കാൻ പറഞ്ഞു. ഈ 3 ഘട്ടങ്ങൾ നമ്മൾ കാണുന്നത് എവിടെയാണ്?
ജെറോമസ് ബ്രൂണറിന്റെ കോൺസെപ്റ്റിലാണ്. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പൊ 20ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 21. സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക അല്ലെ? പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. കാരണം ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു കാര്യം ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമല്ല. നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ വരുന്നതാണ് ഇതിൽ നോക്കിയേ, ഓപ്ഷൻ ബിയിലും ഡിയിലും നമുക്ക് അപകർഷത കാണാൻ പറ്റും. ഒരിക്കലും സർഗാത്മകത അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമല്ല ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടായിരിക്കുക. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വാചാലത, വിവ്രജന ചിന്ത, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. ക്വസ്റ്റ്യൻ നമ്പർ 22. കുട്ടിക്കാലത്തിലെ ഏതു കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്? കളിപ്പാട്ടങ്ങളുടെ കാലം, ടോയ് ഏജ് എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? ആദ്യകാല ബാല്യം അല്ലെ? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു പീരീഡ് ആണ് നമ്മൾ ആദ്യകാല ബാല്യം അല്ലെങ്കിൽ ടോയ് ഏജ് എന്ന് അറിയപ്പെടുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ പഠനത്തിനായി സാധാരണ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരമായി ഉപയോഗിക്കുന്നത്? പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രത്യേക പാഠപുസ്തകങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ്? അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്സ് ആണ് അല്ലെ? അഡാപ്റ്റഡ് കരിക്കുലം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അനുപൂരക പാഠപുസ്തകങ്ങൾ. ഇവിടെ ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള പാഠ്യപദ്ധതിയിൽ എന്ത് ചെയ്യാം? ക്രിയേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. ആ മാറ്റങ്ങൾ വരുത്തുന്നത് ക്ലാസ് ടീച്ചർ ആയിരിക്കും. പ്രത്യേക പരിഗണനയുള്ള ആവശ്യമുള്ള കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ ക്രിയാത്മക ഇടപെടൽ നടത്തുന്നത്. അത്തരത്തിലുള്ള പാഠപുസ്തകങ്ങളാണ് അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്സ്. 24. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ പദ്ധതിയുടെ പേര് എന്താണ്? എന്താണ് ഈ പദ്ധതിയുടെ പേര്? ന്യായ് ചേതന 3.0. ന്യായ് ചേതന 3.0 എന്നുള്ളതാണ് ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച ഒരു ക്യാമ്പയിൻ ആണത്. അത് കേരളത്തിൽ നടപ്പാക്കുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈമറി തലത്തിൽ പഠനം പാൽപായസമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനമാധ്യമം ഏതാണ്? പഠനം പാൽപായസമാക്കുക. പാൽപായസം എന്ന് പറയുമ്പോൾ നല്ല മധുരിതമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ പ്രൈമറി തലത്തിലെ പഠനം അത്രയും മധുരതരമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടിയുടെ മാതൃഭാഷയിലൂടെ വേണം പഠിപ്പിക്കാൻ. കുട്ടിയുടെ മാതൃഭാഷയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. 26. ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് അധ്യാപകർ ക്ലാസ്സിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പഠന ഉപകരണമാണ്. ഇത്തരത്തിലുള്ള ഒരു ബോർഡ് ഫലപ്രദമായി ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ അനിത ടീച്ചർ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര ഗവേഷണ രീതി. ഇതിലൊരു ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് തോന്നുന്നതിന്റെ ആൻസർ ആയിട്ട് വരിക മിക്കപ്പോഴും ക്രിയാഗവേഷണം അല്ലെ? ഇവിടെ ക്ലാസ് റൂമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് ഉപയോഗിച്ചാൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഭൂരിഭാഗം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ അവിടെ വരുന്നത് ആക്ഷൻ റിസർച്ച് ആയിരിക്കും. ഇതിന് മാറ്റം വരുമോ നമുക്കറിയില്ല. ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. സാധാരണഗതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ്. ആക്ഷൻ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. 27ാമത്തെ ചോദ്യം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഇപ്പോഴും ഒറ്റയ്ക്ക് റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ ഭയമാണ്. ലിജി നേരിടുന്നത് ഏതുതരം പഠന വൈകല്യമാണ്? വായനാ വൈകല്യം, ഗണന വൈകല്യം, നാമവൈകല്യം, പ്രയോഗ വൈകല്യം. ഇവിടെ എന്താണ്? സൈക്കിള് ചവിട്ടുക അല്ലെ? ഒരു പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഡിസ്പ്രാക്സിയ, പ്രയോഗ വൈകല്യം. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 28ാമത്തെ ചോദ്യം.
സന്തോഷകരവും സന്താപകരവുമായ പ്രബലനങ്ങളുടെ ഉപയോഗത്തിലൂടെ വ്യവഹാര പരിവർത്തനം സാധ്യമാകുമെന്ന് സൂചിപ്പിക്കുന്ന സിദ്ധാന്തം. ഇവിടെ ഒന്നും നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ട അല്ലെ. പ്രബലനം എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരം ഏതാന്ന് മനസ്സിലാവും. ഓപ്ഷൻ സി, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്. 28ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 29. യാങ് പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടികളിൽ രൂപമൂലമായിരിക്കുന്നത്? അപ്പൊ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ ഏത് സ്റ്റേജിലാണ് അഹം കേന്ദ്രീകൃത ചിന്ത അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃത ചിന്ത കാണുന്നത്? അപ്പൊ സ്വയം കേന്ദ്രീകൃത ചിന്ത കുട്ടികളിൽ കൂടുതലായി കാണുന്നത് ഏത് സ്റ്റേജിലാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രാഗ് മനോവ്യാപാര ഘട്ടം. നമ്മുടെ ലാസ്റ്റ് ചോദ്യം, എബ്രഹാം മാസ്ലോയുടെ വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ചിത്രത്തിൽ ലെവൽ 5 ഏറ്റവും ഉയർന്ന ആവശ്യമായി വരുന്നത് ഏതാണ്? ഏറ്റവും ഉയർന്ന ആവശ്യമായിട്ട് വരുന്നത് ലെവൽ 5 ഏതാണ് വരിക? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അപ്പോ 30 ചോദ്യങ്ങളാണ് കാറ്ററ്റ് കാറ്റഗറി 1 സൈക്കോളജിയിലൊന്നും ഉണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ രീതിയിൽ ചിന്തിച്ച് തല പുകയേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിൽ കൂടെയും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വളരെ ലോ ലെവൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സൈക്കോളജിയിൽ നിന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് കമന്റ് ആയിട്ട് കൊടുത്തോളൂ. ബാക്കിയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബാക്കി അധ്യാപകർ വെയിറ്റിംഗ് ആണ്. അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഈ ഒരു കാറ്ററ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.